യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് യൂസേജ് പഠിക്കാം. നമ്മൾ പറയാറില്ലേ, ഞാനിപ്പോൾ വരുന്ന വഴിയിലാണ് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? ഓൺ ദ വേ, ഇൻ ദ വേ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് നമുക്ക് ആദ്യം പഠിക്കാം. ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ വഴിയിലാണ്, വരികയാണെന്നൊക്കെയാണ് അർത്ഥം. ഐ ആം ഓൺ ദ വേ ഹോം. ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ്. ഐ ആം ഓൺ ദ വേ ഹോം. ഹി ഈസ് ഓൺ ദ വേ ടു ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഓഫീസിലേക്കുള്ള വഴിയിലാണ്. ഹി ഈസ് ഓൺ ദ വേ ടു ദ ഓഫീസ്. വി ആർ ഓൺ ദ വേ ടു വയനാട്. ഞങ്ങൾ വയനാട്ടിലേക്കുള്ള വഴിയിലാണ്. വി ആർ ഓൺ ദ വേ ടു വയനാട്. ഓക്കെ, അപ്പം ഇതാണ് ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ വഴിയിലാണ്, വരികയാണ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇനി നമുക്ക് ഇൻ ദ വേ, ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പഠിക്കാം. യുവർ ബൈക്ക് ഈസ് ഇൻ ദ വേ. നിന്റെ ബൈക്ക് തടസ്സമാണ്. യുവർ ബൈക്ക് ഈസ് ഇൻ ദ വേ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കൂ. ഹി പുട്ട് ദ ബാഗ് ഇൻ ദ വേ. ഹി പുട്ട് ദ ബാഗ് ഇൻ ദ വേ. അവൻ ബാഗ് വഴിയിൽ തടസ്സമായി വെച്ചു. ദിസ് ടേബിൾ ഈസ് ഇൻ ദ വേ. വി കാൻറ്റ് പാസ്. ഈ മേശ ഒരു തടസ്സമാണ്, നമുക്ക് കടക്കാൻ പറ്റില്ല. എങ്ങനെയാണ്? ദിസ് ടേബിൾ ഈസ് ഇൻ ദ വേ. വി കാൻറ്റ് പാസ്. അതായത് ഇൻ ദ വേ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയിൽ എന്തെങ്കിലും തടസ്സമാക്കുക, എന്തെങ്കിലും ബ്ലോക്ക് ആക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു യൂസേജ് ആണ് ഇൻ ദ വേ. ഓക്കെ, അപ്പോൾ ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയിലാണ്, വരികയാണ് എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. എന്നാൽ ഇൻ ദ വേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക്, ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഇൻ ദ വേ. നെക്സ്റ്റ് നമുക്ക് കീപ്പ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. കീപ്പിന്റെ മീനിങ് എന്താ? വെക്കുക, സൂക്ഷിക്കുക, തുടരുക എന്നുള്ളതൊക്കെ അർത്ഥമാണ് കേട്ടോ. ഐ കീപ് മൈ ഫോൺ ഇൻ മൈ ബാഗ്. ഐ കീപ് മൈ ഫോൺ ഇൻ മൈ ബാഗ്. ഞാൻ എൻ്റെ ഫോണ് ബാഗിൽ വെക്കുന്നു. കീപ് ദ ഡോർ ക്ലോസ്ഡ്. കീപ് ദ ഡോർ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ വാതിൽ അടച്ചു വെക്കും. പ്ലീസ് കീപ് ദ സേഫ്. പ്ലീസ് കീപ് ദ സേഫ്. ഇത് സുരക്ഷിതമായി സൂക്ഷിക്കും. ഐ കീപ് മണി ഇൻ മൈ വാലറ്റ്. ഐ കീപ് മണി ഇൻ മൈ വാലറ്റ്. ഞാൻ പണം എൻ്റെ പേഴ്സിൽ സൂക്ഷിക്കുന്നു. കീപ് യുവർ ബുക്സ് ഓൺ ദി ടേബിൾ. കീപ് യുവർ ബുക്സ് ഓൺ ദി ടേബിൾ. പുസ്തകങ്ങൾ മേശപ്പുറത്ത് വെക്കും. ഇനി നമുക്ക് കീപ്പിൻ്റെ കൂടെ വേർബിൻ്റെ ing ചേർത്തിട്ട് നമുക്ക് ചെയ്യുക എന്നുള്ളൊരു മീനിങ് കിട്ടും കേട്ടോ. കീപ് സ്മൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചിരിച്ചുകൊണ്ടിരിക്കുക. കീപ് സ്മൈലിംഗ്. കീപ് ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലോ? ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക. കീപ് ലേണിംഗ് ഇംഗ്ലീഷ്. കീപ് ഗോയിങ്, മുന്നോട്ട് പോവുക. കീപ് ഗോയിങ്, മുന്നോട്ട് പോവുക. അപ്പൊ കീപ് ട്രൈയിങ് എന്ന് പറഞ്ഞാലോ? ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കീപ്പിന് സൂക്ഷിക്കുക, വെക്കുക, തുടരുക, ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഫിൽച്ചിന്റെ മീനിങ് പഠിക്കാം. ഫിൽച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ കട്ടെടുക്കുക, മോഷ്ടിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഹി ഫിൽച്ചഡ് സം മണി ഫ്രം ഹിസ് ബ്രദർ. അവൻ ബ്രദറിൽ നിന്ന് കുറച്ച് പണം കട്ടെടുത്തു. ഹി ഫിൽച്ചഡ് സം മണി ഫ്രം ഹിസ് ബ്രദർ. ഷീ ഫിൽച്ചഡ് എ ചോക്ലേറ്റ് ഫ്രം ദ ഷോപ്പ്. അവൾ കടയിൽ നിന്നൊരു ചോക്ലേറ്റ് ഒളിച്ചെടുത്തു. ഹി ഫിൽച്ചഡ് എ ചോക്ലേറ്റ് ഫ്രം ദ ഷോപ്പ്. സംവൺ ഫിൽച്ചഡ് മൈ പെൻ എന്ന് പറഞ്ഞാ ആരോ എൻ്റെ പേന കട്ടെടുത്തു. സംവൺ ഫിൽച്ചഡ് മൈ പെൻ. ഹി ട്രൈഡ് ടു ഫിൽച്ച് മൈ ഫോൺ എന്ന് പറഞ്ഞാലോ? അവൻ എൻ്റെ ഫോൺ ഒളിച്ചെടുക്കാൻ ശ്രമിച്ചു. ഹി ട്രൈഡ് ടു ഫിൽച്ച് മൈ ഫോൺ. അവൻ എൻ്റെ ഫോൺ ഒളിച്ച് എടുക്കാൻ ശ്രമിച്ചു. അതായത് ചെറിയ രീതിയിൽ മോഷ്ടിക്കുക, കട്ടെടുക്കുക, അതിനൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കാണ് ഫിൽച്ച്. ഇനി നമുക്ക് വേറെ യൂസേജ് പഠിക്കാം കേട്ടോ. ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം നിന്റെ തോന്നലാണെന്നാണ്. ഡോണ്ട് വറി, ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട, ഇതെല്ലാം നിന്റെ മനസ്സിൽ മാത്രം ഒന്ന് തോന്നുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡോണ്ട് വറി, ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിഷമിക്കേണ്ട, ഇതെല്ലാം നിന്റെ ഒരു തോന്നലാണ്. അപ്പോൾ നിന്റെ തോന്നലാണെന്നുള്ള ഇംഗ്ലീഷിൽ എന്താ പറയുക? ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ദർ ഇസ് നത്തിങ് ടു ബി സ്കെയർഡ് ഓഫ്. ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പേടിക്കാനൊന്നുമില്ല, ഇതെല്ലാം നിന്റെ തോന്നലാ. There is nothing to be scared of. It's all in your mind. You are overthinking. It's all in your mind. നീ അധികമായി ചിന്തിക്കുകയാണ്, അതൊക്കെ നിന്റെ തോന്നലാണ്. You are overthinking. It's all in your mind. Relax. It's all in your mind. Hey, relax ആവൂ, ഇതെല്ലാം നിന്റെ ഒരു തോന്നലാണ്. അപ്പോൾ ഇതൊക്കെ നിന്റെ ഒരു തോന്നൽ മാത്രമാണല്ലോ ഇംഗ്ലീഷിൽ എന്താണ് പറയുക? It's all in your mind.